ഇനി നെഹിയു നെഹി എന്ന് വെച്ചാൽ ഒരു ആവശ്യപ്പെടലാണ്. അതായത് തലബ് തറക്കി ഉപേക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടലാണെന്ന് ബിൽ കൗലി പറച്ചിൽ കൊണ്ട് മിമ്മൻ ഒരുത്തനിൽ നിന്നും ആവശ്യപ്പെടുക, ഒരുത്തനോട് ആവശ്യപ്പെടുക. ഹുവ ആ ഒരുത്തൻ എന്താണ് ദൂനഹു ഈ പറയുന്നവൻ്റെ ഈ നിരോധിക്കുന്നവൻ്റെ താഴെയാണ്, നിരോധിക്കുന്നതിനേക്കാൾ താഴ്ന്നവനാണ്. അലാ സബീൽ വുജൂബി നിർബന്ധമായ രൂപമാണ്, നിർബന്ധ രൂപമാണ്. നമ്മൾ നേരത്തെ അംബറിൻ്റെ പറഞ്ഞ അതേപോലെ തന്നെ പറഞ്ഞ അതേ രൂപം തന്നെ. അംബറിൽ എന്താണ് തലവ് തറക്കല്ല, തലവിൽ ഫീലാണ്, ഇവിടെ തലവ് തറക്കാണെന്നുള്ളൂ. അലാ വിസാനി എന്ന് വെച്ചാൽ ആനിപാതികത്തിന്മേൽ ഒന്നിൻ്റെ തക്കത്തമ്മ അത് കഴിഞ്ഞ് കടന്നിട്ടുണ്ട് ഫി ഹദ്ദിൽ അംബറിൻ്റെ തൈരീഫിൽ. അംബറിൻ്റെ തൈരീഫ് പറയുന്നതോടെ എന്തെല്ലോ കാര്യങ്ങളില്ലായിരുന്നോ, അതിൻ്റെ അതേ ഓർഡറിൽ, അതേ വിസാനിൽ, അതേ ആനുപാതികത്തിലാണ് ഇവിടെ നെഹിയുടെ വിഷയം. അവിടെ വന്ന വിഷയങ്ങളൊക്കെ ഇവിടെയും വരുന്നു. വയതിലു അറിയിക്കും നെഹി മുത്തലക്കായ നെഹി. നേരത്തെ മുത്തലക്കായ അംബർ അറിയിക്കും എന്ന് പറഞ്ഞ് വന്നായിരുന്നു. ഇനിയിപ്പോൾ എന്താണ് മുത്തലക്കായ നെഹി അറിയിക്കുന്നുണ്ട്. ഷറഇൽ മുത്തലക്കായ നെഹി അറിയിക്കുന്നുണ്ട്. എന്തിനു മേലെ അലാ ഫസാദിൽ മൻഹി അൻഹു. ഈ നെഹി ഏതിനെ തൊട്ടാണ് ഉണ്ടായത്, അതായത് ഏതൊന്നാണ് നിരോധിക്കപ്പെട്ടത് അതിനാണ് എന്താ പറയുക മൻഹി അൻഹു എന്ന് പറയുക. അപ്പോൾ മൻഹി അൻഹു ആയ സാധനം ഫാസിദാണ് എന്നതിന്മേലെ അറിയിക്കും. ഒന്നും കൂടെ വയദുല്ലു നെഹിയിൽ മുത്തലക്കു ഷറഇലുള്ള മുത്തലക്കായ നെഹി, പ്രത്യേക ഉപാധികളൊന്നും ഇല്ലാത്ത നെഹി അത് അറിയിക്കുന്നുണ്ട്. അലാ ഫസാദിൽ മൻഹി അൻഹു ഏതൊന്നിനെ തൊട്ടാണോ വിരോധിക്കപ്പെട്ട ആ ഒന്ന് ഫാസിദാണെന്നതിന്മേൽ അറിയിക്കുന്നുണ്ട്. ഫിൽ ഇബാദത്തുകളിൽ സവാഉൻ സമമാണ് അനഹിയുൻ അൻഹ ലി ഐനിഹ. ഈ നെഹി ഉണ്ടല്ലോ, ഈ നെഹി ആവൽ സമമാണ് അൻഹ അതിനെ തൊട്ടുള്ള ഈ ഇബാദത്തുണ്ടല്ലോ, ആ ഇബാദത്തിനെ തൊട്ടുള്ള നെഹി ആവൽ സമമാണ് ലി ഐനിഹ അതിൻ്റെ ഐൻ കാരണത്താൽ, അതിൻ്റെ നാത്തുകൊള്ള തന്നെ നെഹി ആണെങ്കിൽ സമമാണ്. ഏതുപോലെ കസലാത്തുൽ ഹായിലി ആർത്തവക്കാരുടെ നിസ്കാരം എങ്ങനെയാണെങ്കിലും പറ്റൂല. അത് ആർത്തവക്കാരി എന്നുള്ള അതേ ദാത്തിലൂടെ തന്നെ എന്താണ് നിരോധിച്ച സാധനമാണ്, പറ്റാത്തതാണ്. അതുപോലെ തന്നെ വസൗമിഹ അവളുടെ നോമ്പ് പോലെയും, അവൾ ആർത്തവക്കാരിയാണല്ലോ, അവളുടെ ആ ദാത്തുകളിലെ തന്നെ എന്താണ് അവളുടെ നോമ്പ് എടുക്കരുതെന്നാണ്, നിരോധനയാണ് അവളോടുള്ളത്. അല്ലെങ്കിൽ ലി അംറിൻ ലാസിമിൻ ലഹാ ആ ഇബാദത്തിനോട് ലാസിമാകുന്ന ഒരു കാര്യം കാരണത്താൽ. നേരത്തെ എന്താണ് അതിൻ്റെ ദാത്ത് കാരണത്താൽ തന്നെ ഇതങ്ങനെയല്ല, അതിനോട് ലാസിമാവുന്ന ഒരു കാര്യം കാരണത്താൽ ആവലും സമമാണ്. ഇങ്ങനെയാണ് അനഹിയുൻ അൻഹ ലി ഐനിഹ ഔ ലി അംറിൻ ലാസിമില്ലഹ. ആ ഐനിഹ എന്ന് പറഞ്ഞില്ലേ, അല്ല ലി ഐനിഹ അതിന്മേൽ അത്ഫ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ അതിനോട് ലാസിമാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി നോക്കാം. നമുക്ക് ഉദാഹരണത്തിന് വ്യക്തമാവും. കസൗമി യൗമിൻ നഹർ പെരുന്നാൾ ദിവസത്തെ നോമ്പ് പോലെ. കാരണം നോമ്പ് എന്നുള്ള എന്താണ് സംഗതി ഉഷാറാണ്. പെരുന്നാൾ ദിവസം നോമ്പെടുക്കുന്നത് കൊണ്ടും അവിടെയും പ്രശ്നമൊന്നുമില്ല. ശരിക്കും പെരുന്നാൾ ദിവസവും നോമ്പെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ നോമ്പെടുക്കരുതെന്ന് വരാൻ കാരണം അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ലിയാഫത്താണ്, സൽക്കാരാണ്. ഇത് പെരുന്നാൾ ദിവസം എല്ലാവർക്കും അല്ലേ ഭക്ഷണവും അത് അള്ളാഹുവിൻ്റെ സൽക്കാരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൽക്കാരത്തോട് തിരിഞ്ഞു കളഞ്ഞോളൂ എന്നുള്ളതില്ല. മറ്റേ ഹൈലുകാരുടെ വിഷയത്തിൽ എന്താണ്, ഹൈദ് ഉണ്ടാവുള്ളതായിരിക്കെ നിസ്കരിക്കുക, അല്ലെങ്കിൽ ഹൈദ് ഉള്ളവരായിരിക്കും നോമ്പെടുക്കുക, അത് ദാത്തുകളെ പ്രശ്നമാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് റമദാനിൽ നോമ്പെടുത്തുകൊണ്ടല്ല പ്രശ്നം, മറിച്ച് റമദാനിൽ അള്ളാഹുവിൻ്റെ ആ ലിയാഫത്ത് അതിൽ നിന്നും ആ ഒരു സൽക്കാരത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു എന്നൊരു സംഗതിയാണ്. പുതുതായിട്ടൊരു ലാസിമായ ഒരു സംഗതിയാണ്, അല്ലെ അതിനകത്തോട്ട് ലാസിമായി വരുന്നൊരു കാര്യം കാരണത്തിലാണ്. അപ്പോൾ എങ്ങനെയാണല്ലോ സമമാണ് യൗമുന്നഹരി. പിന്നെ വസ്സലാത്തി ഫിൽ ഔക്കാത്തിൽ മക്രൂഹത്തി കറാഹത്താക്കപ്പെടുന്ന സമയങ്ങളിലെ നിസ്കാരം പോലെ. കറാഹത്താക്കപ്പെടുന്ന നിസ്കാരം ആ സമയത്ത് നിസ്കരിച്ചിട്ടുള്ള ഒരു പ്രശ്നമില്ല. ആ സമയത്ത് നിസ്കരിച്ചു എന്ന പേരിൽ ഒരു പ്രശ്നമില്ല. മറിച്ച് ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട്, അത് ഈ സൂര്യനെ ആരാധിക്കുന്നവരുടെ അതിനോട് സമമാവും. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ലാസിമായി ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ലാസിമായി വരുന്ന ഇത്തരം കാര്യങ്ങൾ കാരണത്താൽ നെഹിയാണെങ്കിലും സമമാണ് എന്ന്. അഫിൽ മുആമലാത്തി നേരത്തെ പറഞ്ഞു, ഫിൽ ഇബാദാത്തി എന്ന് പറഞ്ഞു. ഇനി വഫിൽ മുആമലാത്തിൽ എന്താണ് യർജിയ ഇലാ നഫ്സിൽ അഖദി. അതെങ്ങനെയാണ് അഖദിൻ്റെ നഫ്സിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. ഏതുപോലെ കമാഫി ബൈൽ ഹസായുടെ ബൈയിലുള്ളതുപോലെ. ഹസയുടെ ബൈ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുറേ സാധനങ്ങൾ വെച്ചേക്കുക. അപ്പോൾ ദൂരെ നിന്ന് എറിഞ്ഞിട്ട് ഏതിന്മേലാണോ കൊള്ളുന്നത് അതിനെടുക്കുക. അതായത് ഒരു ഭാഗ്യപരീക്ഷനാണ്. അപ്പം എറിഞ്ഞിട്ട് ഏത് സാധനത്തിന്മേലാണ് വീഴുന്ന ആ സാധനത്തിന് പൈസയും കൊടുക്കുക, ആ സാധനം വാങ്ങുക. ഒരു ഭാഗ്യപരീക്ഷണം. അതാണ് ബൈയുൽ ഹസയിലുള്ളതുപോലെ. അപ്പോൾ അത് നിരോധിക്കപ്പെട്ടതാണ്. അത് അഖദിൻ്റെ നഫ്സിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. വഫിൽ മുആമലാത്തി അതിലൊന്നാണ് അയ്യർജിയ മടങ്ങലാണ്.
ഇല നഫ്സിലെ അക്കദിനെ നഫ്സിലേക്ക് തന്നെ മടങ്ങലാണ്. കമാഫി ബൈൽ ഹസയുടെ കച്ചവടത്തിലുള്ളതല്ല. ഹസയുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എറിഞ്ഞിട്ട് വാങ്ങുന്നത്. അല്ലെങ്കിൽ ലി അംബ്രിൻ ദാഖിലും ഫിയ, അല്ലെങ്കിൽ അതിന് നഫ്സിലേക്കല്ല മടങ്ങുന്നത്, മറിച്ച് ലി അംബ്രി ഒരു കാര്യം കാരണത്താലാണ് നിരോധനം. ദാഖിലും ഫിഹ അതിൽ പ്രവേശിക്കുന്നു, ആ മുആമലാത്തിൽ പ്രവേശിക്കുന്നതായ ഒരു വേറൊരു കാര്യം. ഏതുപോലെ കമാഫി ബൈഇൽ മലാഖീഹ്, മലാഖീഹിനെ വിൽക്കുന്നതിൽ. മലാഖീഹ് എന്ന് വെച്ചാൽ ഒട്ടകത്തിൻ്റെ കുട്ടി ഉണ്ടാവില്ലേ, ഗർഭത്തിലുള്ള കുട്ടി. അപ്പോൾ ആ കുട്ടീനെ വിൽക്കുന്ന പോലെ. ആ കുട്ടി എന്ന് വെച്ചാൽ ഒരു നിശ്ചയ ഡേറ്റ് അല്ല, എപ്പോഴാണ് പ്രസവിക്കുന്നത് അപ്പം വിൽക്കാമെന്നുള്ള ആ ഒരു രീതിയിലൊക്കെ. അപ്പോൾ കച്ചവടത്തിൽ പ്രശ്നം വരുന്നില്ല. മറ്റ് കച്ചവടത്തിൻ്റെ ദാത്തിൽ തന്നെയാണ് പ്രശ്നം, ഈ എറിഞ്ഞിട്ടുള്ള ഇത് കച്ചവടത്തിൽ എന്താണ് പുതിയൊരു സംഗതി വന്ന് അവിടെ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ലി അംബ്രിൻ ഖാരിജ് അൻഹു, അതിനകത്തോട്ടുള്ള പുറത്തുള്ള സംഗതി അല്ലേ, അതിപ്പോൾ കഴിഞ്ഞു. അല്ലെങ്കിൽ ലി അംബ്രിൻ ഖാരിജിൻ അൻഹു, നേരത്തെ ലി അംബ്രിൻ ദാഖിലിൻ ഫിഹ ആണ്, ഇത് അതുമല്ല. ലി അംബ്രിൻ, ഈ നിരോധനം വന്ന എന്ത് കാരണത്താലാണ്? ലി അംബ്രിൻ ഒരു കാര്യം കാരണത്താലാണ്, ഖാരിജിൻ അൻഹു അതിനെയും തൊട്ട് പുറത്തുള്ള കാര്യം. പക്ഷേ ലാസിമില്ലഹു അതിനോട് ലാസിമായതാണ് താനും. ഏതുപോലെ കമാഫി ബൈ ദിർഹമിൻ ബി ദിർഹമൈനി, ഒരു ദിർഹമിന് 2 ദിർഹമിന് പകരം ഒരു ദിർഹമിനെ വിൽക്കുന്ന പോലെ. അത് പറ്റൂല. 2 ദിർഹമിന് പകരം ഒരു ദിർഹം വിൽക്കുന്ന പോലെ. ആ വിൽപ്പന അല്ല പ്രശ്നം. അവിടെ എന്താണ് പുതിയതായിട്ട് ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്, അത് പുറമേ എന്നുള്ള, പക്ഷേ ഇതിൽ ലാസിമാണ് പ്രശ്നമാണ്. സവാവും കാന ഗൈറ ലാസിമിൻ ലഹു, സോറി, ഫൈൻ കാന ഗൈറ ലാസിമിൻ ലഹു. ഇനിയിപ്പോൾ ഫൈൻ കാന അതായാൽ ഗൈറ ലാസിമിൻ ലഹു, അതിന് ലാസിം അല്ലാത്തതാണെങ്കിൽ, കൽ വുളു പോലെ, ബിൽ മാഇൽ മഗ്സൂബായ പിടിച്ചെടുക്കപ്പെട്ട വെള്ളം കൊണ്ടുള്ള വുളു പോലെ. മസല ഉദാഹരണത്തിന്, അതുപോലെ തന്നെ വക്കൽ ബൈ വക്കത്തെ നിദാഇൽ ജുമയുടെ ബാങ്ക് വിളിക്കുന്ന വേളയിൽ ഉള്ള കച്ചവടം പോലെ. അപ്പം അതൊന്നും എന്തല്ല, അത് ലാസിമല്ല, അത് സംഗതി ലാസിമൊന്നൊന്നല്ല. അതായത് നോക്കാം, ലം യദില്ല അലൽ ഫസാദ്, ഇത് ലാസിമല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് ഈ സാധനങ്ങളൊന്നും ലം യദില്ല അറിയിച്ചിട്ടില്ല അൽ ഫസാദിൻ്റെ മേലെ. അതായത് ഒരാൾ പിടിച്ചെടുത്ത ഒരാളെന്ന് തട്ടിപ്പറിച്ച വെള്ളം കൊണ്ട് ഉളു ചെയ്തെന്നോർത്ത് സംഗതി തെറ്റായിരിക്കും, പക്ഷെ ആ ഉളു അല്ലാതാവൂല. അതുപോലെ തന്നെ ജുമയുടെ ബാങ്ക് കൊടുത്തിട്ട് കച്ചവടം ചെയ്ത ഹറാമൊക്കെ ആയിരിക്കും, പക്ഷെ എന്താണ് അത് സംഗതി ഹറാമാണ്, നെഹി വന്നിട്ടുണ്ട്. പക്ഷേ നെഹി വന്നവർക്ക് കച്ചവടം എന്താവുന്നില്ല, കച്ചവടം ആവാതിരിക്കുന്നില്ല, കച്ചവടം ബാത്തിലാവുന്നില്ല. ഖിലാഫൻ എതിരായിട്ട്, ലിമ ഒന്നിനെതിരായിട്ട്, യുഫ്ലിമു ആ ഒന്നിനെ മനസ്സിലാക്കി തരുന്നു കലാമൽ മുസന്നിഫിൻ്റെ കലാമ്. അപ്പം മുസന്നിഫിൻ്റെ ആ മത്തിന് നോക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും എല്ലാ സാധനങ്ങളും എന്താകും, ഫസാദാവുന്നു. ഇപ്പോൾ ഹറാമായത് വന്നാലും ഫസാദാവുന്നു. ഇവിടെ ഇപ്പോൾ ഹറാമായി ചെയ്തിട്ട് ഫസാദാവൂലല്ലോ, അതാണ്. അപ്പം അതിൽ നിന്ന് അങ്ങനെ തോന്നിപ്പോകും, സംഗതി അങ്ങനെയല്ല. ഈ എന്താണ് ജുമയുടെ ബാങ്ക് കൊടുക്കുമ്പോൾ എന്താണ്, ബാങ്ക് കൊടുത്തിട്ട് കച്ചവടം എന്താണ്, ഹറാമാണ് അല്ലേ. ഇലാ ദിക്രില്ലാഹി ഫദറുൽ ബൈ എന്നല്ലേ. അപ്പോൾ ആ സമയത്ത് കച്ചവടം ചെയ്താൽ ശരിയാവും. അതുപോലെ എന്താണ് പിടിച്ചെടുത്ത വെള്ളം, അത് പിടിച്ചെടുക്കാൻ പറ്റുന്നത് ശരിയല്ല, പക്ഷെ പിടിച്ചെടുത്ത വെള്ളം കൊണ്ട് ഉള്ളു ശരിയാവും. അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അംറ് നഹി തുടങ്ങിയ പറ്റിയാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു അല്പം കൂടി ബാക്കി. തരിതു ഐ തൂജതു, തരിതു വരും, ഐ തൂജതു ഉണ്ടാകും, സീഗത്തുൽ അംറിൻ്റെ സീഗ ഉണ്ടാവും, അംറിൻ്റെ സീഗ വരും. ഏതൊരു നിലയ്ക്ക്? വൽ മുറാദു ബിഹി ഐ ബിൽ അംബ്രി, ഈ അംബർ കൊണ്ടുള്ള ഉദ്ദേശം ആണെന്ന നിലയ്ക്കും അൽ ഇബാഹത്തു അനുവദനീയമാക്കലാണ്. കമാതക്കഥ മുമ്പ് അതിൻ്റെ ഉദാഹരണമൊക്കെ കഴിഞ്ഞതുപോലെ. അതായത് നിങ്ങൾ എന്ത് ചെയ്തോ, കുലു വശ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോ. അതായത് തിന്നലും കുടിക്കലും നിർബന്ധമാണെന്നാണ് അല്ല, മറിച്ച് തിന്നലും അനുവദനീയമാണ് മുബാഹാണ്, കുടിക്കലും അനുവദനീയമാണ് മുബാഹാണ് എന്ന ഒരു ഉദ്ദേശം, ആ ഒരു ഉദ്ദേശത്തിലായ നിലക്ക് വരും. അവി തഹദീദു, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, ഒന്ന് പേടിപ്പിക്കലാണ്. നെഹു ഏതുപോലെ, ഈ എമ്മലുമാശിത്ത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒക്കെ നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ചെയ്തോ, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്തോ, പക്ഷെ ഒരിക്കലും നിങ്ങളെ പിടികൂടുന്ന അവിടെ ഒരു ധ്വനിയുണ്ട്, ഒരു പേടിപ്പിക്കലുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഉദ്ദേശമായിട്ട് വരും. അല്ലെങ്കിൽ ആ തസ്വിയത്തോ, അല്ലെങ്കിൽ തസ്വിയത്താണ്, സമമാണ്, അതും ഇതും എന്താണ്, സമമാണ് എന്നുള്ള രൂപത്തിൽ. എന്താണ്, ഇസ്ബിറു ഔലാ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാതിരുന്നോ, എങ്ങനെയാണല്ലോ. അപ്പോൾ തസ്വിയത്ത് സമമാവലിൻ്റെ ആ ഒരു രൂപത്തിലറിയും ഉദ്ദേശം. ഈ തക്വീൻ അല്ലെങ്കിൽ ഉണ്ടാക്കൽ തന്നെയാണ് അവിടെ ഉദ്ദേശം. അല്ലാതെ അള്ളക്ക് എന്താണ് ഒരു കാര്യത്തിന് നിർബന്ധമാക്കലോ അല്ലെങ്കിൽ മുബാഹാക്കലോ ഒന്നുമല്ല, മറിച്ച് എന്താണ് അത്
ഉണ്ടാക്കുക എന്നർത്ഥം. ഏതുപോലെ നഹു കുനു ഖിറദ, നിങ്ങൾ കുരങ്ങന്മാരാക്കിക്കോ ആയിക്കോ. അതായത് കുനു ഖിറത്തന ഖാസി എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരു സമൂഹം എന്താണ് അവരോട് നിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ശനിയാഴ്ച മത്സ്യബന്ധനത്തിന് പോയ ആളുകളോട് കുനു ഖിറത്തന ഖാസി, നിങ്ങൾ നിന്നിനായിട്ടുള്ള കുരങ്ങന്മാരായി തീർന്നു. അതായത് ആ കൽപ്പന എന്താണ് സംഗതി ആവാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്, തക്വീനാണ്. ഇനി അടുത്ത 2 സുപ്രധാന വിഷയങ്ങളാണ് ആമും ഖാസും, അതിനെ പറ്റിയാണ്. എന്നിട്ട് ഈ ആമിനെ തഖ്സീസ് ചെയ്യും, അങ്ങനെ അതിനെപ്പറ്റിയും പറയുന്ന ഭാഗമാണ് ഇനിയുള്ളത്. അമ്മൽ ആമു, എന്തായാലും ആമു എന്നുള്ളത് ഫഹു അത് മാ ഒന്നാണ്, അമ്മ ഷെയ്നി 2 സാധനത്തിനെ വ്യാപിപ്പിക്കുന്ന ഒന്നാണ്, ഫസായിദ രണ്ടിനെ മേലെ, ഫസായിദ സായിദ എന്നിങ്ങനെ ഉയർന്ന് മേലോട്ട് പോയി എന്നാണ് പറയുക. അതായത് 2ഓ അതിലേറെയോ സാധനത്തിനെ ഉൾക്കൊള്ളിക്കുന്ന ഒന്നിനാണ് എന്താ പറയുക ആമു എന്ന് പറയുന്നത്. മിൻ ഗൈരി ഹസ്രിൻ, ഒരു ഹസ്റും ഒരു ക്ലിപ്തപ്പെടുത്തലും കൂടാതെ. മിൻ കൗലിഹി, തൻ്റെ കൗലിൽ നിന്ന് എന്താണ് അമിംതു ഞാൻ വ്യാപിപ്പിച്ചു, സെയ്ദൻ വ അമ്ര, സെയ്ദിനെയും അമ്രനെയും, അതായത് ഉൾക്കൊള്ളിച്ചു എന്ന് ബിൽ അത്തായി നൽകൽ കൊണ്ട്. അതായത് ഞാൻ സെയ്ദിനും അമ്രനും ഒക്കെ നൽകി എന്ന് പറയില്ലേ, ആ ഒരു കൗലിൽ നിന്നാണ് എന്ത് വരുന്നത് ആമ് എന്ന് വരുന്നത്. മനസ്സിലായിരുന്നു. വ അമിംതു ജമീഅൻ നാസി, ഞാൻ എല്ലാ ആളുകളെയും വ്യാപിപ്പിച്ചു ബിൽ അത്തായി നൽകൽ കൊണ്ട്. അതായത് എല്ലാവർക്കും ഞാൻ നൽകിയെന്ന്. മറ്റേത് സെയ്ദിനും അമ്രനും ഞാൻ നൽകിയെന്ന്. അതായത് ഷമിൽത്തുഹും, ഞാൻ അവരെ ഉൾക്കൊള്ളിച്ചു ബിഹി അത്താഹ് നൽകൽ കൊണ്ട്. ആ അത്താഹ് നൽകുന്ന കൂട്ടത്തിൽ എല്ലാവരെയും ഞാൻ കൂട്ടി. ഫിൽ ആമി, അപ്പം ഫഫിൽ ആമി, അപ്പോൾ ആമിലുണ്ട്, ആമു ഹാസാണല്ലോ പറയുന്നത്. അപ്പോൾ ആമിൽ എന്തുണ്ട് ഷുമൂൽ, ഒരു ഉൾക്കൊള്ളിക്കലുണ്ട്. അതിലുള്ള എല്ലാ സാധനത്തിനും എന്ത് ചെയ്യുക ഉൾക്കൊള്ളിക്കുക. ഒന്നിലേറെ സാധനത്തിന് ക്ലിപ്തത ഇല്ലാതെ, ഒരു ഇത്രയെന്ന് പറഞ്ഞിട്ട് ക്ലിപ്താക്കാതെ എന്തൊക്കെയാണ് ഒരുമിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ പറയാം 7 സയ്യാറ, 7 ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നിലേറെ സാധനങ്ങളൊന്നുമില്ല, പക്ഷേ 7 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തല്ല ആമാവില്ല, അതെന്താണ് ഹാസാണ്. മനസ്സിലായല്ലോ. ആ പരിമിതപ്പെടുത്താത്ത വിധത്തിൽ ഒന്നിലേറെ സാധനത്തിനെ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ എന്ത് പറയും അവിടെ ആമ് എന്ന് പറയും. ഇനി അൽഫാലുഹു, ഈ ആമിൻ്റെ ലഫ്ലുകൾ എങ്ങനെയുള്ള ലഫ്ലുകൾ അൽ മൗസൂഖത്തു ലഹു, അതിനു വേണ്ടി സീഗയാക്കപ്പെട്ട, ആമിന് വേണ്ടി സീഗയാക്കപ്പെട്ട വാചീകരിക്കപ്പെട്ട ലഫ്ലുകൾ അർബഅത്തുൻ 4 അൽ ഇസ്മു, അഥവാ 1 ഇസ്മു, അൽ ഇസ്മുൽ വാഹിദു, ഒറ്റപ്പദം. അതായത് ഇസ്മുൽ വാഹിദ് എന്ന് വെച്ചാൽ ഒറ്റപ്പദം. എങ്ങനെയുള്ളതാണ് അൽ മുഅറഫു, ഒറ്റപ്പദം എന്ന് വെച്ചാൽ ഏകവചനം. അൽ മുഅറഫു മഅരിഫയാക്കപ്പെട്ട ബിൽ അലിഫു വല്ലാമി, അലിഫും ലാമും കൊണ്ട്. നഹ്വ ഇതുപോലെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു, ഇന്നൽ ഇൻസാന നിശ്ചയം സർവ്വ മനുഷ്യർ, അതായത് മനുഷ്യവർഗത്തിലുള്ള ഓരോ മനുഷ്യരും എന്താണ് ലഫീ ഖുസ്ർ പരാജയത്തിലാണ്, ഇല്ലല്ലദീന ആമനു വിശ്വസിച്ചവരൊഴികെ. അപ്പം ഓരോന്നാണ്. ഇൻസാൻ എന്നുള്ളത് എന്താണ്, അതൊരു സംഗതി വാഹിദായ ഇസ്മാണ്, മുഫ്രദായ ഇസ്മാണ്, പക്ഷേ അലിഫ്ലാം കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതാണ്. അപ്പോൾ അവിടെ എന്താണ് എല്ലാ ഇൻസാനുള്ള ഓരോ ഇൻസാനുമാണ്. അപ്പോൾ ഡിസ്കസിനെ ചെയ്യുന്നുണ്ട്, വേറെ വിഷയം. അപ്പം അൽ ഇൻസാൻ എന്നുള്ള ഇവിടെ എന്താണ് ആമാണ്. പിന്നെ മറ്റൊന്ന് വസ്മുൽ ജംഇ ഇസ്മുൽ ജമ്മ്, മറ്റൊന്ന് ഇസ്മുൽ ജമ്മാണ്. അതായത് ജമ്മിൻ്റെ ഇസ്മ അൽ മുഅറഫു ബില്ലാമി, ലാമ് കൊണ്ട് മഅരിഫയാക്കപ്പെട്ട, മഅരിഫയാക്കപ്പെട്ടെന്ന് വെച്ചാൽ ലാമും അലിഫും കൊണ്ട് മഅരിഫയാക്കപ്പെട്ട. അതുപോലെ ഫഖ്തുലുൽ മുശ്രിക്കീൻ, നിങ്ങളെല്ലാം മുശ്രിക്കീങ്ങൾ എന്താക്കിക്കോ കൊന്നു കളഞ്ഞു എന്നാണ്. അപ്പോൾ എല്ലാം കിട്ടി. നേരത്തെ വ്യത്യാസം, നേരത്തെ ഇൻസാൻ എന്നുള്ളത് മുഫ്രദാണ്, മുശ്രിക്ക് എന്നുള്ള ജമ്മാണ്, അതാണ് വ്യത്യാസം. 2 അലിഫ്ലാമുണ്ട്. ഇനി 3 വൽ അസ്മാ ഉൽ മുബ്ഹമ, അവ്യക്തമായ ഇസ്മുകൾ. അതായത് മുബഹം എന്ന് വെച്ചാൽ അവ്യക്തം എന്നല്ല സംഗതി, അതിൻ്റെ എണ്ണം അവ്യക്തമായത്, എണ്ണം അത് ഏതാണ്, ഇതാണോ അതാണോ എന്ന് വ്യക്തമല്ലാത്ത മുബഹമാകുന്ന ഇബഹമുള്ള ഇസ്മുകൾ 3. ഏതുപോലെ കമം ഫീ മൻ യഅ്കിലു ആക്കിലായ സാധനങ്ങൾ നമ്മളെപ്പോലെയുള്ള. അപ്പോൾ ആക്കിലിൻ്റെ വിഷയത്തിലുള്ള മന്നെന്ന പ്രയോഗം പോലെ, ആക്കിലിൻ്റെ വിഷയത്തിലുള്ള, അപ്പോൾ ഫീമൻ യഅ്കിലുലുള്ള മഞ്ഞ് പോലെ, ആക്കിലിൻ്റെ വിഷയത്തിൽ പ്രയോഗിക്കുന്ന മഞ്ഞ് പോലെ. നോക്കാം, കമൻ ദഖല ദാരി ഫഹു ആമിൻ, മൻ ദഖല ദാരി ഫഹു ആമിൻ പോലെ. മൻ ദഖല ദാരി, ആരെൻ്റെ വീട്ടിൽ പ്രവേശിച്ചാലും ഫഹു ആമിൻ, അവൻ നിർഭയനാണ് എന്ന് പറയും, നിർഭയത്വമുള്ളവനാണ് എന്ന് പറയും. അപ്പോൾ എന്താണ് ആര് അറിയാമല്ലോ. അപ്പം മന്നുള്ളത് ആക്കിലിൻ്റെ വിഷയത്തിലാണ് അല്ലേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മഞ്ഞ് പോലെ, പിന്നെ മാ പോലെയും ഫീമാ ലാ യാക്കിലു ഗൈറ് ആക്കലിൻ്റെ വിഷയത്തിൽ ഉപയോഗിക്കുന്ന മാ പോലെയും. അതിന് ഉദാഹരണം എന്താണ് നഹു മാ ജാ അലി മിങ്ക അഖൽതുഹു, മാ ജാ അലി മിങ്ക
അഹദ്തുഹു പോലെ. മാ ജാ എന്ത് വന്നാലും ലി എനിക്ക് മിങ്ക നിന്നിൽ നിന്നും അഹദ്തു ഞാൻ അതിനെടുക്കും. നീ എനിക്ക് എന്ത് വന്നാലും ഞാൻ എടുത്തോളും. അപ്പോൾ അവിടെ കണ്ട മാ ഒയിറാക്കിലിന് ഉപയോഗിച്ചാണ്. ഇനി അതുപോലെ തന്നെ വ അയ്യീൻ അയ്യ് പോലെയും ഇസ്തിഫാമിയത്തിന് ഇസ്തിഫാമിയായ അയ്യ് പോലെയും ഔ അല്ലെങ്കിൽ ഷർത്തിയത്തിന് ഷർത്തിയത്തായ അയ്യ് ഔ മൗസൂലത്ത് അല്ലെങ്കിൽ മൗസൂലത്തായ അയ്യ്. അയ്യ് 3 രൂപത്തിലും വരും. ഇസ്തിഫാമി ഷർത്തി മൗസൂലൊക്കെ വരും. ഫിൽ ജമീ ഇവ മുഴുവൻ എല്ലാത്തിലും എല്ലാത്തിലും എന്ന് വെച്ചാൽ എന്താണ് ഐ മീൻ ഐ മയ്യാക്കിലു ഒമാലായക്കിലു എല്ലാത്തിലും എന്ന് വെച്ചാൽ എന്താണ് മയ്യാക്കിലു ആക്കിലും ഒമാലായാക്കിലു ഒയറാക്കിലും ഒക്കെ ഇത് ഉപയോഗിക്കാം ഐ ഉപയോഗിക്കാം. അത് അയ്യിൻ്റെ പ്രത്യേകത. അത് ആക്കിലെന്നോ അല്ലെങ്കിൽ ഒയറാക്കിലെന്നോ വ്യത്യാസമില്ല. അതിന് എല്ലാത്തിനും അത് ഉപയോഗിക്കും. ഇതുപോലെ നഹ്വു അയ്യ അബീദി അയ്യു അബീദി എൻ്റെ അടിമകളിൽ നിന്ന് ആര് വന്നാലും ജാക്ക നിൻ്റെ അടുക്കൽ ആര് വന്നാലും അഹ്സനിലിഹിനി അവന് ഗുണം ചെയ്ത് കൊടുക്കണേ. വായുലശിയായി കാര്യങ്ങളിൽ എന്ത് കാര്യം അല്ലെ സാധനങ്ങളിൽ എന്ത് സാധനം അറത്ത നീ ഉദ്ദേശിച്ചാലും അഴത്ത ഈ തുക്കഹു ഞാൻ അതിനെ നൽകാം. അപ്പം എന്ത് സാധനത്തിനും ഏതടിമിക്കും അല്ലേ. അപ്പം ആക്കലിനും വയറാക്കലിനും ഉപയോഗിച്ച് അയ്യ. ഇനി ഐന ഫിൽ മക്കാനി മക്കാനിലുള്ള ഐന പോലെ സ്ഥലത്തിൽ ഉപയോഗിക്കുന്ന ഐന പോലെ നഹ്വു ഇതുപോലെ ഐനമാത്തക്കുൻ അക്കുൻ മാക്ക ഐനമാത്തക്കുൻ നീ എവിടെ ഉണ്ടെങ്കിലും അക്കുൻ മാക്ക നിൻ്റെ ഒപ്പം ഞാനുണ്ടാവും. അതാണ്. അപ്പോൾ അതിന് എവിടെ അപ്പം ആമായിട്ട് ഉപയോഗിച്ചില്ല ഏതു സ്ഥലത്താവാലോ. അപ്പോൾ മത്താഫി സമാനിൽ ഉപയോഗിക്കുന്ന മത്ത പോലെ നഹ്വു ഇതുപോലെ മത്താശിത്ത ജിത്തുക്ക പോലെ മത്താശിത്ത നീ എപ്പോൾ ഉദ്ദേശിച്ചാലും ജിത്തുക്ക ഞാൻ നിൻ്റെ അടുക്കൽ വരും. അപ്പോൾ ഏത് സമയം എന്നില്ല ആമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇനി വമാ ഫിൽ ഇസ്തിഫാമിലെ മാ പോലെ നഹ്വു ഇതുപോലെ മാ ഇന്ദക്ക നിൻ്റെ അടുക്കൽ എന്താ ഉള്ളത്. അപ്പോൾ ഏത് സാധനം ഉള്ളതെന്നാണ്. അതാണോ ഇതാണോ അല്ല തൊപ്പിയാണോ അല്ലെങ്കിൽ തലപ്പാണോ നിൻ്റെ അടുക്കൽ എന്നുള്ളതല്ല ചോദിച്ചത്. മറിച്ച് എന്ത് സാധനം ഏതും ആവാം അവിടെ. മനസ്സിലായോ. അപ്പോൾ അവിടെ എന്തുണ്ട് ഇസ്തിഫാമിലാണെങ്കിലും അവിടെ എന്തുണ്ട് ഒരു ആമിൻ്റെ മാനുണ്ട്. പിന്നെ വൽ ജസാ ഈ ജസായിലുള്ള മാ പോലെയും നഹ്വു ഇതുപോലെ മാ തഅമലു തുജ്സബി അല്ല മാ തഅമൽ തുജ്സബി മാ തഅമൽ നീ എന്ത് ചെയ്താലും തുജ്സബി രണ്ടും മജ്സൂമാണ്. മാ വന്നിട്ട് അമൽ ചെയ്യുന്നതാണ്. തുജ്സബി നിനക്കതിന് ജസ നൽകപ്പെടും പ്രതിഫലം നൽകപ്പെടും. അപ്പോൾ ഇവിടെ കണ്ടോ ജസ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സംശയം വരും. ഇവിടെ ജസ എന്നുള്ള തുജ്സയാണല്ലോ മാത്ത അമലു അതിൻ്റെ ഷർത്തല്ലേ ഇത് വന്നിരിക്കുന്ന മാ വന്നത്. സംഗതി ഈ ഷർത്തും ജസാവും അല്ലെങ്കിൽ ഷർത്തും ജവാബും കൂടെ കൂടിയാണ് ഇവിടെ ജസാ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി വഫി നുസ്ഖത്തിൻ മറ്റൊരു നുസ്ഖയിലുണ്ട് വൽ ഖബരി എന്നാണുള്ളത്. ബദലൽ ജസായി വൽ ജസായി എന്ന പദത്തിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത് വൽ ഖബരി എന്നാണുള്ളത്. അപ്പോൾ വൽ ഖബരി എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണം ഏതാണ് നഹ്വു അമിൽത്തു ഞാൻ ചെയ്തു മാ അമിൽത്തു ഞാൻ ചെയ്തതൊക്കെയും ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്ത് ഏതെന്ന് പറഞ്ഞില്ല ഞാൻ ചെയ്ത എല്ലാ സാധനവും ഞാൻ ചെയ്തു തന്നു. അപ്പോൾ ഖബറിലും ജസായിലും ഇസ്തിഫാമിലും ഒക്കെ ഏത് വരും മാ വരും ആമിൻ്റെ മാനയിൽ. ഇനി വൈരിഹി അതല്ലാത്തതിൽ എന്ന് വെച്ചാൽ കല ഖബർ പോലെ അലൻ നുസ്ഖത്തി ഉണ്ടാവും വൈരിഹി എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്ന് ശ്രദ്ധിക്കണം. ആ മത്തിന് മാത്രം നോക്കിയാൽ മനസ്സിലാവും. വമാ ഫിൽ ഇസ്തിഫാമി വൽ ജസാഇ വൈരിഹി 3 കാര്യങ്ങളായി. ഇസ്തിഫാം ജസാ ഗൈർ. ഇനി മറ്റേ നുസ്ഖ പ്രകാരമാണെങ്കിലോ അവിടെ ഈ ജസാൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത് ഖബറാണല്ലോ ഉള്ളത്. അപ്പം മറ്റേ നുസ്ഖ പ്രകാരം എന്താണ് ഇസ്തിഫാം ജസായിൻ്റെ സ്ഥാനത്ത് ഖബർ വൈരിഹി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വരിക ജസാ വരിക. ഈ നുസ്ഖ പ്രകാരം വൈരിഹി എന്ന് പറഞ്ഞാൽ എന്താ വരിക ഖബറാണ് വരിക. സംഗതി 3 എണ്ണമാണുള്ളത്. ഇസ്തിഫാം ഉണ്ട് ജസാ ഉണ്ട് ഖബറുണ്ട്. ഈ നമ്മൾ ഇപ്പോൾ വായിക്കുന്ന നുസ്ഖ പ്രകാരം ഇസ്തിഫാം ജസാ ഗൈറിൻ്റെ സ്ഥാനത്ത് എന്താണ് ഖബറാണ്. മറ്റേ നുസ്ഖ പ്രകാരം ഇസ്തിഫാം ഖബർ പിന്നെ ഗൈർ എന്ന് വെച്ചാൽ എന്തായിരിക്കും ജസാ ആയിരിക്കും വരിക. അതാണ് സംഗതി. 3 എണ്ണമാണ് ടോട്ടൽ ഉള്ളത് ഈ ആമായിട്ട് വരുന്നത്. അപ്പം കൽ ഖബരി അല നുസ്ഖത്തിൽ ഊല ഒന്നാമത്തെ നുസ്ഖ പ്രകാരം ഖബർ പോലെ ആ ഗൈറിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നതാണ്. പിന്നെ വൽ ജസാ വല ലസാനി രണ്ടാമത്തെ നുസ്ഖ പ്രകാരം. കാരണം രണ്ടാമത്തെ നുസ്ഖയിൽ ജസാ എന്നുള്ള പദപ്രയോഗം ഇല്ല. ഒന്നാമത്തെ നമ്മളിപ്പോൾ വായിക്കുന്ന നുസ്ഖയിൽ ഈ ഖബർ എന്നുള്ള പദപ്രയോഗം ഇല്ല. അതുകൊണ്ട് അപ്പോൾ 3 എണ്ണം നമ്മൾ പറഞ്ഞു. 4 എണ്ണമല്ല ടോട്ടലുള്ള ആമിൻ്റെ മാനുള്ളത്. പിന്നെ ലാ പോലെയും പിന്നെ നെക്കറകളായിട്ടുള്ള ഇസ്മിലുള്ള ലാ പോലെയും നഹ്വു ഏതുപോലെ ലാ റജുല ഫിദ്ദാരി വീട്ടിലൊരു പുരുഷനില്ല. അപ്പോൾ ഏത് പുരുഷൻ എന്ന് പറഞ്ഞില്ല സെയ്ദില്ല അംറില്ല അങ്ങനെയല്ല പറഞ്ഞു ഒരു പുരുഷനില്ല. അപ്പോൾ പുരുഷന്മാർക്കൊക്കെ ആമായിട്ടാണ് പറഞ്ഞു പുരുഷവർഗത്തിലുള്ള ഒന്നും ഇല്ല എന്നുള്ള രൂപത്തിൽ. അപ്പോൾ അതാണ് 4ാമത്തത്. ഇനിയും അടുത്ത വിഷയമാണ് വൽ ഉമൂമു ഈ ഉമൂമ്
ഒരു വ്യാപകാർത്ഥം കിട്ടൽ ഏതിൽ നിന്നാണ്? മിൻ സിഫാത്തിൻ നുത്തുക്ക്. നുത്തുക്ക് എന്ന് വെച്ചാൽ മന്ദൂക്ക് ബിഹി, മൊഴിയപ്പെടുന്ന സിഫത്തുകളിൽ നിന്നാണ് കിട്ടുന്നതെന്ന്. ഇവിടെ ഇപ്പോൾ മന്ദൂക്ക് മഫൂമിൽ നിന്ന് കിട്ടൂല എന്നുള്ള മാന ഇല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നുത്തുക്കിന് മന്ദൂക്ക് എന്ന് അർത്ഥം നോക്കും, മന്ദൂക്കിൻ്റെ ഓപ്പോസിറ്റ് മഫൂം. അപ്പം മന്ദൂക്കിൽ നിന്നേ മന്ദൂക്കായ സിഫത്തിൽ നിന്നേ എന്ത് കിട്ടുള്ളൂ? മഫൂം കിട്ടുള്ളൂ. ആ സിഫത്തിൻ്റെ മഫൂമിന് എന്ത് കിട്ടൂല? ഒരു ഉമൂമ് കിട്ടൂല. അങ്ങനെയില്ല. ഇവിടെ ഇപ്പോൾ മന്ദൂക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഫ്ളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സിഫത്തിൻ്റെ ലഫ്ൾ ഉണ്ടാവില്ലേ, സിഫത്ത്, നമ്മുടെ സിഫത്ത് അറിയാമല്ലോ, ഫീലിൽ നിന്നുണ്ടാകുന്ന സിഫത്തുകൾ, ഇസ്ഫാൽ, അത്തരത്തിലുള്ള സിഫത്തിനുണ്ടാവും. അതിൽ ഉമൂമിയത്ത് ഉണ്ടാവും, ഒരു വ്യാപകാർത്ഥം ഉണ്ടാവും, ഉമൂം ഉണ്ടാവും. വല യജൂസു ദഅവൽ ഉമൂമി, ഉമൂമിനെ വാദിക്കൽ പറ്റൂല. വല യജൂസ് പറ്റുകയില്ല. ദഅവൽ ഉമൂമി, ഉമൂമിനെ വാദിക്കാൻ പറ്റില്ല. ഫീ ഗൈരി, ഈ സിഫത്തല്ലാത്തതിൽ, മന്ദൂക്കായ സിഫത്തല്ലാത്തതിൽ ഉമൂമിനെ വാദിക്കാൻ പറ്റൂല. വാദിക്കാൻ പറ്റൂല. ആ ഗൈറെന്തിനാൽ? മിനൽ ഫീലി, ഫീലിനാൽ, വമാ യജ്റാ മജ്റാഹു, ആ ഫീലിൻ്റെ സ്ഥാനത്ത് നടക്കുന്ന ഒന്നിനാൽ. അപ്പം നബിതങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് വെച്ചാൽ അതെല്ലാത്തിനും അവിടെ പറയാൻ പറ്റില്ല, അതെന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിലായിരിക്കും. അതുകൊണ്ട് ഫീല് പോലെയുള്ള സ്ഥാനത്തിൽ എന്ത് പറ്റൂല, അവിടെ ഉമൂമുണ്ടെന്ന് വാദിക്കാൻ പറ്റൂല. നോക്കാം നമുക്ക് ഉദാഹരണം. കമാഫി ജംഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജംആയിട്ട് നിസ്കരിച്ചതുപോലെ, ബൈന സ്വലാത്തൈനി, രണ്ട് നിസ്കാരങ്ങളുടെ ഇടയിൽ ഒരുമിച്ച് നിസ്കരിച്ചു. ഈ സഫരി, യാത്രയിൽ, ഒരു യാത്രയിൽ. അപ്പോൾ സഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സഫറിൽ നബിതങ്ങൾ എന്ത് ചെയ്തു? അല്ല, ജമ്മ് ചെയ്തു അല്ലേ, ജമ്മ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം സിഫത്തിന് അല്ല, ഫീലിൻ്റെ മജ്റയിൽ നടക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മസ്തറക്ക. ഇപ്പം കണ്ട കമാഫി ജമീ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മ് ചെയ്തു എന്ന് ഹദീസിലുണ്ട്, ഫീലാണല്ലോ. അപ്പോൾ ഫൈനഹു ലാ യഅമ്മു, അപ്പോൾ ഈ ജമ്മു ചെയ്തു എന്നുള്ള സംഗതി ലാ യഅമ്മു സഫറ തവീല വൽ ഖസീറ, തവീലും ഖസീറും, ദീർഘവും ഹ്രസ്വവുമായിട്ടുള്ള യാത്രയാണ് അത് ഉൾക്കൊള്ളുന്നില്ല. നബിതങ്ങളൊരു യാത്രയിൽ ജമ്മു ചെയ്തു എന്ന് വെച്ചാൽ തവീലായ യാത്രയിൽ ജമ്മു ചെയ്തു എന്ന് പറയാം. അതായത് നബിതങ്ങളുടെ അളവ് എത്രയാണ്, എത്ര സ്ഥലത്താണ്, എത്ര കിലോമീറ്ററാണ് നബിതങ്ങൾ സഞ്ചരിച്ചത്, അത്രയും കിലോമീറ്റർ യാത്ര ഉണ്ടെങ്കിൽ അവിടെ ജമ്മു ചെയ്യാമെന്ന് കിട്ടി, ഉറപ്പാണ്. പക്ഷേ കസീറായ, ചുരുങ്ങിയ, ഹ്രസ്വമായ യാത്രയിൽ ജമ്മു ചെയ്യാൻ പറ്റുമെന്ന് അവിടെ നിന്ന് കിട്ടൂല. കാരണം അത് തവീലിനെയും കസീറിനെയും കൂടെ വ്യാപിപ്പിക്കുന്നില്ല. നബിതങ്ങൾ ഏത് യാത്ര ചെയ്തോ അത്ര അളവുള്ള യാത്ര എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിനേക്കാൾ മേലെയുള്ള ദൂരത്തിലുള്ള യാത്ര എന്ത് ചെയ്യാം, ആ യാത്രയിൽ ജമ്മു ചെയ്യാനേ കിട്ടുള്ളൂ. ഫൈനഹു, കാരണം എന്താണ്? ഇന്നമായ കഉ, അത് സംഭവിക്കുന്ന ഫീ വാഹിദി മിൻഹു, ആ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിലെ സംഭവിക്കുള്ളൂ. അതായത് തവീല കസീറ, നബിതങ്ങൾ ഏതാ യാത്ര ചെയ്ത തവീലായിരുന്നു, അപ്പോൾ തവീലിന് മാത്രമുള്ള സംഗതി ശരിയാവുള്ളൂ. പിന്നെ മറ്റൊരു ഉദാഹരണം, വമാഫി ഖലാഹി, നബിതങ്ങളുടെ വിധി നിർണയത്തിലുള്ളതുപോലെ, ഷുഫ് കൊണ്ട് ലിൽ ജാരി, അയൽവാസിക്ക് നബിതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഷുഫയുടെ അധികാരം നൽകിയിട്ടുണ്ട്. ഷുഫ് അറിയാലോ, നമ്മുടെ ഷാഫി മതബിൽ, ഹനഫി മതബിലും ഖിലാഫുണ്ട്. അതായത് ഷുഫ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഒരു സ്ഥലം, ആ സ്ഥലത്തിൽ രണ്ടാളുകൾ ഓണറാണെങ്കിൽ ഒരാൾ തൻ്റെ ഭാഗം മറ്റൊരാൾക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ പാർട്ട്ണറായിട്ടുള്ള ആൾക്ക് ഈ വാങ്ങിയ ആളിൽ നിന്നും ആ പൈസ കൊടുത്തിട്ട് വാങ്ങാനുള്ള അവകാശമുണ്ട്, മറ്റേ നിർബന്ധമായിട്ടും കൊടുക്കണം എന്നാണ് നമ്മുടെ മതബിൽ അതേ ഉള്ളൂ. ഇതങ്ങനെയല്ല, അയൽവാസിക്കും ഈ ഷുഫയിലുള്ള അധികാരം ഉണ്ടെന്നാണ് ഹനഫി മതബിലുള്ളത്. അപ്പോൾ ഇവിടെ നബിതങ്ങൾ തൻ്റെ അയൽവാസിക്ക് ഇങ്ങനെ ഷുഫയുടെ അധികാരം വകവെച്ച് നൽകിയിട്ടുണ്ട്, വിധിച്ച് നൽകിയിട്ടുണ്ട്. അതിന് റവാഹു നസായി ഇമാം അനിൽ ഹസൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. മുർസലായിട്ട്, മുർസൽ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഹദീസിൻ്റെ പരമ്പരയിൽ നിന്ന് സഹാബിനെ ഒഴിവാക്കിയാലാണ് മുർസലാവുക. ഫഇന്നഹു, അപ്പോൾ ഈ ഒരു ഹദീസ് ഉണ്ടല്ലോ, അത് ലാ യഅമ്മു കുല്ല ജാരി, എല്ലാ അയൽവാസിനും എന്താക്കൂല, ആമാക്കൂല. അപ്പോൾ നമുക്കുള്ള തെളിവാണ്, നമ്മുടെ ഷാഫി മദബിൻ്റെതാണ് ഉസൂലി പറയുന്നത്. അതിൻ്റെ കാരണം ലിഹ്തിമാലി ഹുസൂസിയത്തി ഫി ദാലികൽ ജാരി, ആ അയൽവാസിയിലുള്ള ഹുസൂസിയത്തിൻ്റെ സാധ്യത കാരണത്താൽ ആ അയൽവാസിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. നബിതങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് എല്ലാ അയൽവാസികൾക്കും ഈ ഷുഫക്കുള്ള അധികാരം ഉണ്ടാകുന്നതാണോ? അല്ല, നബിതങ്ങൾ അങ്ങനെ ചെയ്തു. കാരണം ഒരു ഫീലാണ്, ഫീലിൽ എന്തില്ല, ഉമൂമ് ഇല്ല, മറിച്ച് എന്തിലേ ഉള്ളൂ, മന്ദൂക്കായ വസ്വലേ ഉള്ളൂ. മനസ്സിലായല്ലോ. ഇനി അപ്പോൾ